ഒരു പുതിയ വിവരങ്ങൾ വരുന്നുണ്ട്. പുതിയ വിവരങ്ങൾ അനുസരിച്ച് ഈ വാഹനങ്ങളെല്ലാം മടങ്ങിപ്പോകാനായിരുന്നു തീരുമാനമെങ്കിൽ രക്ഷാപ്രവർത്തനം വൈകിട്ട് 6 മണി മുതൽ അവസാനിപ്പിക്കാനാണ് തീരുമാനമെങ്കിൽ ഇപ്പോൾ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയാണ്. മേയറും കളക്ടറും ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് രാത്രിയിലും രക്ഷാപ്രവർത്തനം തുടരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഇവിടെ ലൈറ്റുകളടക്കം ക്രമീകരിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഇപ്പോഴും നടക്കുകയാണ്. ഈ രക്ഷാപ്രവർത്തനം എന്നൊരു വാക്ക് ഇനിയും ഉപയോഗിക്കുന്നതിൽ എത്രത്തോളം ഔചിത്യമുണ്ട് എന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ആൾ ജീവനോടെ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്നതിനപ്പുറത്തേക്ക് ഇത്രയും സമയമായിരിക്കുന്നു. ഇതിനുള്ളിൽ ഈ പറയുന്ന ടണലിനുള്ളിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രതീക്ഷകൾക്ക് വളരെ ചെറിയ സാധ്യത മാത്രമേ ഉള്ളൂ എന്ന് നിരാശയോടെ പറയേണ്ടി വരികയാണ്. കാരണം ഒരു ടണലാണ്, പിടിച്ച് പുറത്തേക്ക് കയറിപ്പോരാനുള്ള സാധ്യത വളരെ കുറവാണ്. വലിയ മാലിന്യമാണ്. ഇതിപ്പോൾ നല്ല വെള്ളത്തിലാണ് എങ്കിൽ പോലും അത്രയും നേരമൊക്കെ വെള്ളത്തിനടിയിൽ കിടക്കാൻ കഴിയില്ല. അപ്പോഴാണ് ഈ പറയുന്ന മലിനജലം, ആ മലിനജലത്തിൽ അത്രയും സമയം തുടരുകയൊക്കെ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അസാധ്യമാണെന്നിരിക്കെ എങ്കിലും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഇപ്പോൾ 2 ഭാഗങ്ങളിലായാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. ഒന്ന്, ഇവിടെ ഈ റെയിൽവേ സ്റ്റേഷനോട് ചേർന്ന് കിടക്കുന്ന നമ്മുടെ തമ്പാനൂർ ബസ് സ്റ്റാൻഡിൻ്റെ പരിസരത്തും അതോടൊപ്പം തന്നെ 5ാമത്തെ പ്ലാറ്റ്ഫോമിൻ്റെ അവിടെ ഈ പറയുന്ന ടണൽ അവസാനിക്കുന്ന ഭാഗമുണ്ട്. 180 മീറ്ററോളം ദൂരം ഉണ്ട് ഇവിടെ നിന്നും അവിടേക്ക്. ആ ഭാഗത്തും തിരച്ചിൽ നടക്കുന്നു. അതിനിടയിൽ എവിടെയെങ്കിലും ആയിരിക്കും ജോയി കുടുങ്ങിപ്പോയിട്ടുണ്ടാകുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തകരടക്കം വ്യക്തമാക്കുന്നത്. നിലവിൽ എന്തായാലും നേരത്തെ ഉണ്ടായിരുന്ന ഒരു വേഗത രക്ഷാപ്രവർത്തനത്തിന് ഇപ്പോൾ ഇല്ല. ആദ്യഘട്ടത്തിൽ നമുക്ക് ഈ തുറസായ സ്ഥലത്ത് രക്ഷാപ്രവർത്തനം നടത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ പിന്നീട് അങ്ങോട്ട് അതല്ല സ്ഥിതി. ടണലിനുള്ളിലൂടെ മാലിന്യങ്ങൾക്കിടയിലൂടെ കടന്നുപോയി വേണം അവിടെ പരിശോധനകളും മറ്റുമൊക്കെ നടത്താൻ. അതിനാൽ തന്നെ അതിന് ഇപ്പോൾ കാലതാമസം നേരിടുന്നുണ്ട്. അതിന് വേഗത വളരെ കുറവാണ്. എന്തായാലും ഇപ്പോൾ ഇരുട്ടുകൂടി വീഴുന്നു. ഇനിയും ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ വേഗത കുറയുമെന്ന കാര്യത്തിൽ സംശയം വേണ്ട. മാത്രമല്ല പ്രജീഷ്, നമ്മൾക്ക് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യം കാലാവസ്ഥ നമുക്ക് അനുകൂലമായി നിൽക്കുന്നു എന്നുള്ളതായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതുമല്ല സ്ഥിതി. മഴ പൊടിയുന്നുണ്ട്. ശക്തമായൊരു മഴ കൂടി ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള ഒഴുക്ക് വീണ്ടും വർദ്ധിക്കും. ഒഴുക്ക് വർദ്ധിക്കുന്നു എന്നുള്ളത് മാത്രമല്ല പ്രതിസന്ധി. ഒഴുക്ക് വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നഗരത്തിൻ്റെ വിവിധയിടങ്ങളിലായുള്ള മാലിന്യമുണ്ട്. ഈ തോട്ടിൽ കിടക്കുന്ന മാലിന്യം അത് വീണ്ടും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന അവസ്ഥയുണ്ടാകും. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ടണലിനുള്ളിൽ എവിടെയെങ്കിലും ആണ് ജോയി ഉള്ളതെങ്കിൽ അതിന് പുറത്തേക്ക് വീണ്ടും മാലിന്യം വന്നു ചേരുന്ന അവസ്ഥയുണ്ടാകും. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രക്ഷാപ്രവർത്തനത്തിന് ഉണ്ടാക്കുന്ന വെല്ലുവിളി എന്ന് പറയുന്നത് ചില്ലറയല്ല. അത് വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയവും വേണ്ട. നിലവിൽ എന്തായാലും രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുണ്ട്. പക്ഷേ ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഫലം എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുകയാണ്. നേരത്തെ മന്ത്രിയടക്കമുള്ളവർ ഇവിടെ എത്തി എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ റിപ്പോർട്ട് തേടുമെന്നൊക്കെ വ്യക്തമാക്കി മടങ്ങിയിരുന്നു. ഇപ്പോഴും എന്തായാലും മാലിന്യം ഇത്രയും അധികം സമയമായി ഇവിടെ നിന്ന് മാലിന്യം നീക്കാൻ തുടങ്ങിയിട്ട്, പക്ഷേ ആ മാലിന്യം പോലും പൂർണ്ണമായും ഒരു ചെറിയ പ്രദേശത്തെ മാലിന്യമാണ്. അതുപോലും ഇത്രയും അധികം ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടും നീക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. മണിക്കൂറുകൾ ഇത്രയും പിന്നിടുന്നു. ഇനിയിപ്പോൾ സമയം ഇങ്ങനെ ഒരുപാട് കടന്നു പോകുമ്പോൾ ഇങ്ങനെ വെള്ളത്തിൽ കിടക്കുന്ന ഒരാളുടെ അവസ്ഥയെ സംബന്ധിച്ച് ഓരോ സമയം കഴിയുന്തോറും നമ്മളുടെ പ്രതീക്ഷ കുറഞ്ഞു വരുന്നു എന്ന് നമുക്ക് പറയേണ്ടി വരികയാണ്. നേരത്തെ പ്രജീഷിനോട് പറഞ്ഞതുപോലെ ഈ പറയുന്ന ജോയിയുടെ വീട്ടിലും ബന്ധുക്കളെയും എല്ലാം വിവരം അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരുപാട് ബന്ധുക്കൾ എന്നൊന്നും പറയാനില്ല. വളരെ അടുത്ത ചില ബന്ധുക്കളൊക്കെ ഉണ്ട്. അമ്മ അടക്കമുള്ളവരുണ്ട്. അവരെയൊക്കെ ആ വിവരം അറിയിച്ചിട്ടുണ്ട്. അമ്മയും ഈ പറയുന്ന ജോയിയും മാത്രമാണ് അവിടെ ആ വീട്ടിലുണ്ടായിരുന്നത്. ജോയി വിവാഹിതനല്ല. അങ്ങനെ ഒരു അവസ്ഥയാണ്. ജോയി ആയിരുന്നു ആ വീടിൻ്റെ ഒരു അത്താണി. അങ്ങനെയുള്ള ജോയിയാണിപ്പോൾ ഇങ്ങനെയൊരു ഈ നാടിനെ മാലിന്യമുക്തമാക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമത്തിനിടയിൽ. ശരി അമൽ, ഇപ്പോൾ അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനായി കൈകോർത്തുകൊണ്ടുള്ള ഒരു ദൗത്യം അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ കേട്ടതുപോലെ തന്നെ ഒരുപാട് വെല്ലുവിളികൾ ഈ ദൗത്യത്തെ സംബന്ധിച്ചോളം ഉണ്ട്. ജിബിൻ കൂടി ചേരുന്നുണ്ട് അവിടെ നിന്നും. ജിബിൻ, രാത്രിയിലേക്ക് കടക്കുകയാണ്. ഇരുട്ട് വീഴുമ്പോൾ അത് പ്രതിസന്ധി ഒരുപാട് സൃഷ്ടിക്കും. നേരത്തെ പറഞ്ഞതുപോലെ മഴ കൂടി പെയ്യുകയാണെങ്കിൽ മാലിന്യങ്ങൾ, പിന്നെ ഒഴുക്ക്, അതൊക്കെ വെല്ലുവിളിയാണ്. എന്താണ് ഈ പുതിയ ഒരു രക്ഷാ ദൗത്യം എന്ന നിലയിൽ, കാരണം നിർത്തിവെച്ച് ഭാഗികമായി വീണ്ടും തുടരുമ്പോൾ പ്ലാനിങ് എന്താണ്? ഈ ഒരു രക്ഷാപ്രവർത്തനം ഇപ്പോൾ ഇനിയും തുടരാൻ തന്നെയാണ് തീരുമാനം എടുത്തിരിക്കുന്നത്. ആദ്യം പ്രകാരമാണെന്നുണ്ടെങ്കിൽ ഏകദേശം 6 മണിയോട് കൂടി രക്ഷാപ്രവർത്തനം അവസാനിപ്പിക്കുന്നത്. അതായത് സ്കൂബ ഡൈവിംഗ് നടത്തുന്നവർക്ക് ഈ ലൈറ്റുകളൊക്കെ പോയി കഴിഞ്ഞാൽ അത് രക്ഷാപ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പാടാണ്. അതുകൊണ്ട് തന്നെ ഈ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെക്കാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ ഈ മേയർ അടക്കമുള്ള സംഘം ഇവർ എടുത്തിരിക്കുന്ന തീരുമാനപ്രകാരം ഈ ഒരു രക്ഷാപ്രവർത്തനം രാത്രിയും തുടരാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ട് സ്ഥലത്ത് ലൈറ്റുകളടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ
പ്രധാനമായും പരിശോധന നടക്കുന്നത്. നേരത്തെ നമ്മൾ കണ്ടത് റെയിൽവേ സ്റ്റേഷന് മുൻവശത്താണ്. പക്ഷേ ഇപ്പോൾ അതിന് നേരെ എതിർവശം, അതായത് റെയിൽവേ സ്റ്റേഷന് മറുവശത്തുള്ള 5ാം പ്ലാറ്റ്ഫോമിന് സമീപത്ത് ഈ ആമേഞ്ചൻ തോടിൻ്റെ ഒരു ഓപ്പണിംഗ് ഉണ്ട്. അതായത് നേരത്തെ ഈ രക്ഷാപ്രവർത്തനം ദൗത്യ സംഘമൊക്കെ തന്നെ പരിശോധന നടത്തിയിരുന്ന പ്രദേശത്ത് നിന്ന് അടിഭാഗത്ത് കൂടി ഈ പ്ലാറ്റ്ഫോമുകൾക്കടിയിൽ കൂടിയാണ് ഈ പൈപ്പുകളൊക്കെ തന്നെ ആംബുലൻസ് തോട്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇപ്പോൾ പരിശോധന നടത്തുന്നത്. അവിടേക്കാണ് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അവർ എങ്ങാനും, അതായത് നേരത്തെ കാണാതായ ആളെങ്ങാനും ഇവിടേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവിടെ നിന്ന് മാലിന്യങ്ങളൊക്കെ തന്നെ മാറ്റിയതിന് ശേഷം ഇപ്പോൾ അദ്ദേഹത്തെ കണ്ടെത്താനായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും കാരണവശാൽ ഇപ്പോഴത്തെ അത് റെയിൽവേ സ്റ്റേഷന് മറുവശത്തേക്ക് എത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടേക്കും പരിശോധന നടത്തിയത്. എന്തായാലും ഇന്ന് രാത്രിയും ഈ സ്കൂബ ഡൈവിംഗ് സംഘം ഈ പരിശോധന മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇപ്പോൾ കളക്ടറും മേയറും അടക്കമുള്ള ഉദ്യോഗസ്ഥർ നടത്തിയ ചർച്ചയിൽ തീരുമാനമായിരിക്കുന്നത്. അതിനെ തുടർന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഈ ലൈറ്റുകൾ ഉൾപ്പെടെയുള്ള സജ്ജീകരണങ്ങൾ ക്രമീകരിച്ചുകൊണ്ട് ഈ ഒരു രക്ഷാദൗത്യം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വളരെ ദുഷ്കരമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇതെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഇദ്ദേഹത്തിന് ഈ ഇരുട്ട് വീഴുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഓവിനടിയിലൊക്കെ തന്നെ കുടുങ്ങിയിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദൗത്യമാണ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ജിബിനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ രക്ഷാ ദൗത്യം പുരോഗമിക്കുന്നു. ആ ടണൽ നമുക്ക് കാണാം, നല്ല വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. അവിടെ വരെ മാലിന്യം അങ്ങനെ കൂമ്പാരമായി കിടന്നതാണ്. അതൊക്കെ നീക്കി എത്രയോ മണിക്കൂറുകൾ എടുത്തുകൊണ്ടാണ് അത് JCBയുടെയും അല്ലാതെ തന്നെ ആളുകൾ ഇറങ്ങിയൊക്കെ തന്നെ മാലിന്യങ്ങൾ നീക്കി. പക്ഷേ ഈ പറയുന്ന ഇപ്പോൾ ഈ കാണുന്ന നമ്മൾ ദൃശ്യങ്ങൾ നമുക്ക് നന്നായിട്ട് കാണാം. അവിടേക്ക് എത്തുക, അതിനകത്തേക്ക് സ്കൂബ ഡൈവിംഗ് ടീമിന് കടക്കാൻ കഴിയുക. പിന്നെ അവിടെയും മാലിന്യം ഇങ്ങനെ കൂമ്പാരമായി കിടപ്പുണ്ട്. അതൊക്കെ നീക്കി എത്തിക്കുക അല്ലെങ്കിൽ കണ്ടുപിടിക്കുക എന്നത് വലിയ വെല്ലുവിളി തന്നെയാണ്. എന്തായിരിക്കും ഇനിയുള്ള പ്ലാൻ എന്നുള്ളതും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. അപ്പോഴും നമ്മൾ ഈ പറഞ്ഞതുപോലെയുള്ള ഈ സമയം മുന്നോട്ട് പോകുമ്പോൾ അത് രക്ഷാ ദൗത്യം എന്ന് വിളിക്കാൻ കഴിയുമോ അതോ തിരച്ചിലെന്ന് വിളിക്കണമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. കാരണം മണിക്കൂറുകൾ പിന്നിട്ട് അത്ഭുതങ്ങൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ, കാരണം ഒരുപാട് ലോകാത്ഭുതങ്ങൾ പോലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ടണലുകളിലൊക്കെ പെട്ടുപോകുന്ന അല്ലെങ്കിൽ വീണു പോകുന്ന ആളുകളൊക്കെ ഏതെങ്കിലും ഒരു നിയോഗം പോലെയൊക്കെ തന്നെ പിടിവള്ളിയായി ജീവൻ രക്ഷപ്പെട്ട് എവിടെയെങ്കിലും കയറി പിടിച്ചിരിക്കുന്ന സാഹചര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ അത് ഇവിടെ എത്രത്തോളം പ്രായോഗികമാണ് എന്നൊക്കെ നമുക്കിനി കണ്ടറിയാം. അങ്ങനെ വലിയ പ്രതിസന്ധി നിറഞ്ഞ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ രക്ഷാദൗത്യം. അത് എല്ലാവരും കൈകോർത്ത് മെയ് മറന്നുകൊണ്ടാണ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അതോടൊപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു ദിവസം, ഇന്നത്തെ സംഭവം കൂടി പാഠമാക്കണം എന്ന് വീണ്ടും പറയുന്നത്, മാലിന്യം തിരുവനന്തപുരത്തെ ഒരു ചെറിയ പ്രദേശത്ത് ഒരു അളവിൽ വന്ന് കൂമ്പാരമായി അത് വന്നു ചേരുന്നു. ഒഴുക്ക് പോലും നിലച്ചുകൊണ്ട് വന്നു ചേരുന്നു. അതൊക്കെ നമ്മുടെ കൈകളിലൂടെ കൊണ്ടുപോയിട്ടുള്ള കുപ്പികളും പ്ലാസ്റ്റിക്കും ഒക്കെയാണ്. നമ്മൾ ഓരോരുത്തരും അതിൻ്റെ ഉത്തരവാദിത്തമാണ് എന്നുകൂടി ഈ ഇന്നത്തെ സംഭവം നമ്മളെ ഒരു ഓപ്പണാക്കി മാറ്റപ്പെടേണ്ടതാണ്. ജിബിൻ, ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ തത്സമയ ദൃശ്യങ്ങളാണ്. അവിടെ ടീം ഇറങ്ങിയിട്ടുണ്ട്. ആ ടീമൊക്കെ തന്നെ മുന്നോട്ട് എന്തൊക്കെയോ പ്ലാനിങ് നടത്തുന്നുണ്ട്. എന്താണ് എന്തെങ്കിലും ശുഭസൂചകമായുള്ള കാര്യങ്ങൾ അടുത്ത നിമിഷങ്ങളിൽ ഉണ്ടാകുമോ? സമയം പ്രധാനമാണല്ലോ. പ്രജീഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇനിയും ഇദ്ദേഹത്തെ നമുക്ക് ജീവനോടെ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അത്ഭുതമായൊക്കെ തന്നെ സംഭവിച്ചാൽ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ഇന്ന് 11:30 കൂടി ആരംഭിച്ച് ഈ തെരച്ചിൽ ഇപ്പോൾ മണിക്കൂറുകൾ പിന്നിട്ടിരിക്കുകയാണ്. ഇതുവരെയും അദ്ദേഹത്തെക്കുറിച്ച് യാതൊരുവിധ സൂചനകളും നമുക്ക് ഇപ്പോഴും ലഭിച്ചിട്ടില്ല. നേരത്തെ ഈ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടുവരുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ഏകദേശം എതിർവശത്താണ്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്താണ് ഇപ്പോൾ തെരച്ചിൽ നടക്കുന്നത്. അവിടെ നിന്ന് ടണലുകൾ ആണ് ഈ ആമേഞ്ചൻ തോട് റെയിൽവേ സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്ന ഭാഗത്ത് നിന്ന് ടണലുകൾ വഴി ട്രാക്കിനടിയിൽ കൂടിയാണ് ടണലുകൾ കൂടി വെള്ളമൊക്കെ തന്നെ വെള്ളവും മാലിന്യങ്ങളും ഒക്കെ ഇപ്പുറത്തേക്ക് എത്തുന്നത്, റെയിൽവേ സ്റ്റേഷന് മറുവശത്തേക്ക് എത്തുന്നത്. ആ ഒരു പ്രദേശത്താണ് ഇപ്പോൾ സ്കൂബ ഡൈവിംഗ് സംഘം പരിശോധന നടത്തിയിരിക്കുന്നത്. അവരിപ്പോൾ ഈ ഒരു തെരച്ചിൽ നടത്തുന്നത്, അതായത് ഏതെങ്കിലും മാർഗമുണ്ടോ ഈ ടണലിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഇവർ പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ ഈ ഒരു സംഘം ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ അവരുടെ പ്രതികരണം ലഭിക്കുമെന്നാണ് വിശ്വാസം. എന്തായാലും ഏതെങ്കിലും ഒരു തരത്തിൽ ഇദ്ദേഹം ഈ ടണലിനുള്ളിൽ എവിടെയെങ്കിലും കുടുങ്ങി കിടപ്പുണ്ടോ, അല്ലെങ്കിൽ അവിടേക്ക് എവിടെയെങ്കിലും മാറിയിരിക്കാനുള്ള ഒരു അവസരമൊക്കെ ഉണ്ടോ എന്നുള്ള കാര്യം വ്യക്തമല്ല. ഇപ്പോൾ നമുക്ക് അവരുടെ പ്രതികരണം ലഭ്യമാണ്. കയറിയവരുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതേ ഉള്ളൂ. കഴിഞ്ഞോട്ടെ. ഓക്കെ, താങ്ക് യു. നോക്കട്ടെ, ഞങ്ങളത് പരിശോധിക്കട്ടെ. ശരി.
അതായത് ഇവിടെ സ്വാതി നിലവിൽ പ്രതീഷ്, ഇവിടെ ഇപ്പോൾ അവർ പരിശോധനയ്ക്കായി എത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ സംഘം പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അകത്തേക്ക് കയറിയവരുമായി അവർക്ക് ചർച്ച ചെയ്തതിന് മാത്രമേ ഇവിടെ ഇനി രക്ഷാപ്രവർത്തന ദൗത്യവുമായി മുന്നോട്ട് പോകേണ്ടതുണ്ടോ എന്നുള്ള കാര്യമൊക്കെ തന്നെ ഉറപ്പിക്കാൻ കഴിയുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ കഴിയുന്നത്. എന്തായാലും മുന്നിലുള്ള പരിശോധനയ്ക്ക് ശേഷം ഇപ്പോൾ റെയിൽവേ സ്റ്റേഷന്റെ മറുവശത്ത് സ്കൂബ ഡൈവിംഗ് സംഘം അകത്തേക്ക് കയറി പരിശോധന നടത്തിയിട്ട് ആ സംഘം പുറത്തേക്ക് എത്തുകയാണ്. എന്തെങ്കിലും അവർക്ക് ഈ രക്ഷാപ്രവർത്തന ദൗത്യ സംഘത്തിന് സ്കൂബ ഡൈവിംഗ് ടീമിന് അകത്തേക്ക് കയറി ഇനി ടണലുകൾ വഴി അകത്തേക്ക് കയറുവാൻ സാധിക്കുമോ എന്നുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ അവർ നടത്തിയത്. ഇതിനുശേഷം ഇനി പോലീസുമായി സംഭവ സ്ഥലത്തുള്ള പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ മേയർ അടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ശേഷമായിരിക്കും ഈ ഒരു രക്ഷാപ്രവർത്തനം ഇനി മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഇവർ തീരുമാനിക്കുന്നത്.